Anyway, I am welcoming Mr. Rizwan to our episode. ഏതായാലും ടെഡ് സ്പീക്കറാണ്, അതുപോലെ ഒരു പോഡ്കാസ്റ്ററാണ്. അതിനപ്പുറത്തോട്ടൊരു ഹാരിസ് ഹാരിസ് ആൻഡ് കോ അക്കാഡമിയുടെ ഒരു സിഇഒ കൂടിയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന ഒരാളും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുള്ളിയോട് ചോദിച്ച് വന്നത്. ഏതായാലും വെൽക്കം ടു അവർ ഗസ്റ്റ്. Thank you, thank you, thank you so much for having me. ഓക്കെ, എനിക്കറിയാം, സം ഓഫ് മൈ ഫ്രണ്ട്സിനെ അറിയാം. അപ്പൊ അവരൊക്കെയാണ് നിങ്ങൾ ഒന്നുകൂടി കോൺടാക്ട് ചെയ്ത് നോക്കൂ. കാരണം നമ്മള് ഈ ഇയർ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പരിചയപ്പെട്ടെന്നാണ്. അപ്പം ഒരു പോഡ്കാസ്റ്റിലോട്ട് എത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കല്യാണം കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞെന്ന് അറിയാം. അപ്പം അതുപോലെ കമ്പനി യു എയിൽ സ്റ്റാർട്ട് ചെയ്തതും ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അവസരം രണ്ടുപേർക്കാണെങ്കിലും ചെന്നെത്തിയില്ല. ഞാൻ കുറച്ചു കാലൊക്കെ ഒരു ബ്രേക്ക് വന്നിരുന്നു. അപ്പം ഏതായാലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ലൈക്ക് ഡിസ്ക്രൈബ് യുവർ സെൽഫ്, ലൈക്ക് ആരാണ്, എന്താണ്, കാര്യങ്ങളൊക്കെ അവർക്ക് യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് നിങ്ങളായിരിക്കല്ലോ ബെറ്റർ ആയി നിങ്ങളെ വിലയിരുത്തുക. Okay. അറിയില്ല എങ്ങനെ എന്താണ് ഏതാണ് ഫിഗറിങ് ഔട്ട് ആണ്. സോ ഐം റിസ്വാൻ റംസാൻ. ഞാൻ ഒരു പാഷനേറ്റ് ലേണർ ആണ്, ലേണിംഗ് എന്തൂസിയാസ്റ്റ് എന്ന് ഞാൻ എന്നെ വിളിക്കാറുള്ളത്. സോ ഐം ഓൾവേസ് ബിഹൈൻഡ് സംതിങ്, മൾട്ടി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റിന്റെ മേലെ റൺ ചെയ്തുകൊണ്ട് പോകും. യെറ്റ് അനദർ കൺഫ്യൂസ്ഡ് ട്രൈങ് സംതിങ് പേഴ്സൺ ആണ്. ആൻഡ് ബിയോണ്ട് ദാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാരിസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്കിൽ ബേസ്ഡ് അക്കാദമിയുടെ സിഇഒയും കോ ഫൗണ്ടറും ആണ്. സോ വാട്ട് വി ഡു ഇസ്, നമ്മൾ മാർക്കറ്റിംഗ് ഡിസൈൻ, അതിലെ സ്പെസിഫിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിസൈൻ, അതേപോലെ തന്നെ കോഡിംഗ്, ഫൈനാൻസ് ഒക്കെ മേഖലയിൽ അപ്സ്കില്ലിംഗ്, അതേപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട്, ലൈക്ക് നമ്മൾ പലപ്പോഴും കോളേജിലൊക്കെ പോയിട്ട് പല ആൾക്കാരും ജോലി എന്നുള്ളൊരു സാധനം സ്വപ്നം പറ്റി നടക്കാറില്ല. അപ്പോൾ അത് നമ്മൾ ബ്രിഡ്ജ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിട്ട് നമ്മൾ കോഴ്സസ് ഓഫർ ചെയ്തിട്ട്, പ്ലേസ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഒരു അക്കാദമിയാണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. ആൻഡ് ഇതല്ലാതെ ഇപ്പം അഗെയിൻ നമ്മൾ ഓഫീസസ് വരുന്നത് കാലിക്കറ്റും ഇപ്പൊ ദുബായിലുമാണ്. ആൻഡ് ഇതിന്റെ ഇടയിലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ ബേസ് ചെയ്തിട്ട് ഫോർച്ചുനേറ്റ്ലി ഒരു 2 പ്രാവശ്യം ടെഡ് സ്പീക്കർ ആകാൻ സാധിച്ചു. ജോഷ് ടോക്സ്, അതേപോലെ തന്നെ മറ്റു പല ഫീച്ചേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആയിട്ട്. സോ അങ്ങനെ അങ്ങനെ പോകുന്നു. ഇതല്ലാതെ മെന്ററിങ്ങും ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോവാണ്. ഇതാണ് വാട്ട് ഐ ഡു. ഇനി ഇതല്ലാതെ ചിലപ്പോൾ ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് ഞാനായിട്ട് എന്നെ പൊക്കി പറയുന്ന പോലെ ഉണ്ടാവും. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ലൈക്ക് നമ്മൾ ഫസ്റ്റ് മീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാല്, എനിക്ക് നിങ്ങളുടെ റീൽസ് കുറെ കാര്യങ്ങൾ അവിടെ ഇവിടെ കണ്ടിരുന്നു. ലൈക്ക് സം കൈൻഡ് ഓഫ് ഇൻസ്റ്റയിൽ ആഡ് ആയിട്ടും അല്ലാതെ ആയിട്ടും ടെക് സ്പീക്കർ എന്ന നിലക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര പേഴ്സണൽ ടു അറിയത്തില്ല. അപ്പം ലൈക്ക് ഞങ്ങളുടെ കോളേജിൽ ഒരു ഇവന്റ് വന്നിരുന്നു, ഹൗട്ട് ബേസ്ഡ് ഇന്റർവ്യൂ. അപ്പൊ ലൈക്ക് ഞങ്ങളോട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് ആൾക്കാരൊക്കെ. അപ്പം ഞങ്ങള് രണ്ട് ക്ലബിന്റെ കൊളാബായിരുന്നു. ഞങ്ങൾ ചൂസ് പേഴ്സണെ സെറ്റ് ചെയ്യുക, അവർ കാര്യങ്ങളും മറ്റേ ഫിനാൻഷ്യലി കാര്യങ്ങൾ സപ്പോർട്ടിങ് മാനേജ്മെന്റ്, ഒരു കൊളാബായിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. അപ്പോൾ ലൈക്ക് അങ്ങനെ ഒരു ഫൈനലിസ്റ്റ് വന്ന സമയത്താണ് ലൈക്ക് നിങ്ങളെ ഞങ്ങൾ ആദ്യം അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ലൈക്ക് ഞാൻ CMO-യോടെയാണ് ഇപ്പോൾ കറിയില്ല ക്ലബിന്റെ ഒരു ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ. അപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റയിലും അല്ലാതെ ക്ലബിന്റെ ഇൻസ്റ്റയിലൊക്കെ കഴിക്കുമ്പോഴാണ് ഈ പുള്ളിയാണോ വന്നത്, ലൈക്ക് ആരാ, നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്തു, അത് ചെയ്തു, കോളേജിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ എന്റെ അറിയുന്ന കുറച്ച് റെസ്പോൺസ് പറഞ്ഞു, ഈ പുള്ളി ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ലൈക്ക് നമ്മൾ വാച്ച് ചെയ്യുന്ന രൂപത്തിലോട്ട് പോയത്. പിന്നെ ഇപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്താണെങ്കിലും നമുക്ക് പോഡ്കാസ്റ്റും അതൊക്കെ ആയിട്ട് ഞാൻ എല്ലാവർക്കും കേൾക്കുന്ന ഒരു ഇത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് റീസെന്റ് ഞാൻ കഴിഞ്ഞ സൺഡേ ആണ് നിങ്ങൾ ലൈക്ക് വൈ ഐ ആം ലോൺലി അന്തർ സാധനം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങളുടെ ഇൻസ്റ്റ റീൽസിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടത്. അപ്പം അങ്ങനെ ടച്ചപ്പ് ഉള്ളതാണ്. ലൈക്ക് അങ്ങനെ ആദ്യം കൂടിക്കാഴ്ച എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങളെ സംസാരിക്കാൻ വരുമോ. എനിക്കൊരു ചെറിയൊരു ഷൈ ഉണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ല, അങ്ങനത്തെ രൂപത്തിലാണ്. ലൈക്ക് ആദ്യം ഞാനാണെങ്കിലും ഞങ്ങളെ ക്ലബിൽ ബാക്കി എല്ലാവരും സംസാരിക്കാൻ ലൈക്ക് പേഴ്സൺ ടു സംസാരിക്കാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ കുറച്ചും കൂടി ആപ്പ് വന്നത്. ലൈക്ക് ഓൾമോസ്റ്റ് അടിപൊളിയായിട്ടുള്ള ഒരു ആളായിരുന്നു. ലൈക്ക് പറഞ്ഞ അപ്പുറത്തോട്ട് ലൈക്ക് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ലൈക്ക് വേറെ പ്രത്യേകത വെച്ചാൽ ഈ പോഡ്കാസ്റ്റ് വന്ന ഗസ്റ്റുകളിൽ അധികം ആൾക്കാരും ഗൾഫിൽ ജീവിച്ച് നാട്ടിലോട്ട് വന്ന ഒരു പോഡ്കാസ്റ്റേഴ്സ് ആണ്. ഇതിന് തൊട്ട് മുന്നത്തെ ആണെങ്കിലും ഉള്ളത്. ലൈക്ക് അപ്പം അങ്ങനെ ഒരു എന്തോ ഗസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അതായിരുന്നു മെയിൻ പോയിന്റ്സ്. സൗദി അറേബ്യ ആണ്.
എന്നിട്ട് എൻ്റെ ഹൈസ്കൂൾ തൊട്ടിട്ടാണ് ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. കാരണം ഞാൻ ലിങ്ക്ഡിൻ ഞങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്തു. അപ്പം ഒരു ബൈജൂസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതൊരു നിങ്ങളുടെ ജേണി എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ. ഞാന് ഹൈസ്കൂൾ ഇട്ട നാട്ടിൽ പഠിക്കണേ, അതിന് ശേഷം 12th നാട്ടിലാണ് ചെയ്തത്. ഞാൻ ബയോ സ്റ്റുഡൻ്റാ, പക്ഷെ ബയോളജി കഴിഞ്ഞിട്ട് ഞാൻ പോയി എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തത്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്തത്. എനിക്ക് ഗെയിം ഡെവലപ്പർ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു ഞാൻ. കാരണം ആ സമയത്ത് PS2 വളരെ നന്നായിട്ട് ആസ്വദിച്ച് കളിച്ചുകൊണ്ടായിരുന്നു. ഐ തോട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വുഡ് ഗീവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ ഗെയിം ഡെവലപ്പർ. അങ്ങനെ ഞാൻ കോഡിംഗ് അറിയണം എന്നുള്ളതിലേക്കായിട്ട് ഞാൻ കുറച്ച് പോയി. ഐ തിങ്ക് വെക്കേഷൻ സമയത്ത് എന്തോ കോഡിംഗ് ഒക്കെ പഠിച്ചിട്ട് ഞാൻ പോയി കോളേജ് ജോയിൻ ചെയ്തു. കോളേജ് ജോയിൻ ചെയ്തിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ എനിക്ക് പറ്റിയ പണിയല്ല കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവാന്നുള്ളത്. കാരണം ഞാൻ ഭയങ്കര ലോജിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. ലൈക്ക് പഠിക്കുന്ന സമയത്ത് ലോജിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ബൈ ഹാർട്ട് പഠിക്കാനൊന്നും പറ്റൂല. ടെക്സ്റ്റ് ബുക്സ് ഡസൻ എക്സൈറ്റ്സ് മീ. സോ ഐ വാസ് ഗുഡ് അറ്റ് കോഡിംഗ്, പക്ഷെ എനിക്ക് ആ ഹോൾ സിസ്റ്റം അപ്രോച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് യു ഹാവ് ടു മഗ് അപ്പ് പോയിട്ട് അതേപോലെ തന്നെ പേപ്പറിൽ സ്പിറ്റ് ചെയ്യുക. ഐ വാസ് നോട്ട് ദാറ്റ് പേഴ്സൺ. ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് പറ്റൂല. യു ഗിവ് മീ ലൈൻ ഓഫ് കോഡ്, ഐ ക്യാൻ സോൾവ് ഇറ്റ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഐ ഫിഗേർഡ് ഔട്ട്, ഓക്കെ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ടു ഡു. അങ്ങനെ ഐ ഡിസൈഡഡ് ഞാൻ ഇതായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. സോ അതിനനുസരിച്ചുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിലേക്കായിട്ട് സ്റ്റാർട്ട് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലൈക്ക് കൂടുതൽ ആൾക്കാരെ പഠിക്കണം. ലൈക്ക് ഞാൻ ആ സമയത്ത് ഐ ഹാഡ് എ വിഷൻ ടു ബി ഡൂയിങ് സംതിങ് ഓൺ മൈ ഓൺ. എനിക്ക് എന്റേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അന്നേരം ഉണ്ട്. അപ്പോ ഞാൻ ലൈക്ക് ഞാൻ ആ സമയത്ത് കണ്ടുണ്ടായിരുന്ന ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ആൾക്കാരത്തൊക്കെ കണ്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഓൾ വെരി ഗുഡ് വിത്ത് പീപ്പിൾ. ആൾക്കാരെ മാനേജ് ചെയ്യാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ബെറ്റർ ആണ്. സോ ഐ അണ്ടർസ്റ്റുഡ്, ഓക്കെ യു ഹാവ് ടു ബി ഗുഡ് വിത്ത് പീപ്പിൾ, ഓൺലി ദാറ്റ്സ് ദി ഓൺലി തിങ് ദാറ്റ് ഇറ്റ് ടേക്സ്. ആൾക്കാരുടെ അടുത്ത് യു ഹാവ് ടു പിടിച്ചേക്കണം. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഹൗ ടു ബി അറൌണ്ട് പീപ്പിൾ. സോ കോളേജിൽ 4 വർഷം ഞാൻ എടുത്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ആരും പറ്റിയില്ല. സോ ബാക്കിയുള്ള 4 വർഷം ഡിസൈഡഡ്, ഓക്കെ ഐ ബി ഡൂയിങ് ദിസ്. അത് കഴിഞ്ഞ് ഫൈനൽ ഇയറിൽ പ്ലേസ്മെന്റ്സ് എല്ലാം ഞാൻ എഴുതി കൊടുത്തു. ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് പ്ലേസ്മെന്റ്സ് ബിക്കോസ് ദി ആസ്റ്റ് വെക്കേഷൻ സമയത്ത് വന്നിട്ട് ക്യാമ്പ് അറ്റൻഡ് എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു, വഴക്കായി. അങ്ങനെ പ്ലേസ്മെന്റ്സ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി ഇല്ലാതെ ഇറങ്ങി വന്ന ഒരു എഞ്ചിനീയർ ആയി. സംഭവം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കാണാൻ നോക്കുമ്പോൾ ഒരു ആഡ് കണ്ടു, അപ്ലൈ ചെയ്ത് ജോലി ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അപ്പൊ അത് ബൈജൂസ് എന്ന കമ്പനി ആയിരുന്നു, എനിക്കറിയില്ല. ഇങ്ങനെ ബൈജൂസ് കയറി എല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താ ജോലി എന്നുള്ള സംഭവം. അങ്ങനെ ആ ജോലി കിട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വെൻഡറിംഗ് ഒക്കെയാണ്. ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയി. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ബൈജൂസ് വാസ് നോട്ട് ബൈജൂസ്, അങ്ങനെ ഭയങ്കര വലിയ കമ്പനി അല്ല, സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു കുറച്ച് ടൈമിൽ ഞാൻ ഇവിടെ നിന്നിട്ട് വാട്ട് ഐ വോണ്ട് ടു ഡു എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ള സംഭവമായി. കാരണം എനിക്ക് ചെറുപ്പത്തിലെ വീട്ടുകാരെയോ ഉപ്പാടെ ഒന്നും ചെലവിൽ നിൽക്കണം എനിക്ക് ഇഷ്ടമല്ല. സ്വന്തം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം. അപ്പോ അപ്പൊ വീട്ടിൽ നിന്ന് മാറിയിരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, ഫിഗർ ഔട്ട് ചെയ്യാൻ ടൈം ഞാൻ ബാംഗ്ലൂരിട്ട് മാറി. അങ്ങനെ അവിടെ എത്തിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 months ഒക്കെ ടൈമിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ദർ. കാരണം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ എത്തിയത് മെന്ററിങ്ങിനാണ്. ലൈക്ക് ലോജിക്കലി ഒരു എഞ്ചിനീയറിംഗ് ആയിട്ട് വരുന്ന ആൾ ചിലപ്പം ട്യൂട്ടറിംഗ് മെന്ററിംഗ് വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മാത്സോ ഫിസിക്സ് ഒക്കെ എടുക്കണ്ടാവും. ബട്ട് ഐ ന്യൂ ഐ മെസ്ഡ് അപ്പ് കോളേജ് ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ടഡ് ടു മെസ് അപ്പ് വേർ ഐ സ്റ്റാർട്ടിങ് മൈ. അതായത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഡെസിഷൻസ്. ഐ വാണ്ടഡ് ടു വർക്ക് ഹാർഡ്. ഞാൻ ഫസ്റ്റ് ഡേ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അവിടെ എത്തിയിട്ട് ഇൻഡക്ഷന്റെ സമയത്ത് ഞാൻ എന്താണ് നിങ്ങളുടെ ഗോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഐ വോണ്ട് ടു ബി ദ ഹാർഡസ്റ്റ് വർക്കർ ഹിയർ എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഐ ചോസ് ടു ടീച്ച് ബയോളജി. ഐ വോണ്ടഡ് ടു ലേൺ അഗെയിൻ. അങ്ങനെ ഞാൻ ബയോളജി വീണ്ടും പഠിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ 4ാം ക്ലാസ് ഒക്കെ തൊട്ട് വീണ്ടും ഇരുന്ന് പഠിച്ച് മെന്ററിനൊക്കെ തുടങ്ങി. ബട്ട് അവിടെ ഉള്ള ആൾക്കാരൊക്കെ PhDയും MSc ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനൊരു ആദ്യത്തെ ഒരു 1-2 മാസത്തിൽ ഐ അണ്ടർസ്റ്റുഡ് ഐ വാസ് സ്റ്റാൻഡിങ് ഔട്ട് ദർ. കാരണം ഐ വാസ് ഗുഡ് വിത്ത് പീപ്പിൾ, കമ്മ്യൂണിക്കേഷൻ, ഓൾ ദാറ്റ്. അങ്ങനെ that journey started. That went on for 3 years. ആ 3 വർഷത്തിനിടയിൽ I got around 4-5 promotions. ഞാനൊരു പ്രൊഡക്റ്റിലും മറ്റൊക്കെ ആയിട്ട് I was leading a lot of things. അങ്ങനെ eventually operations ലീഡ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തി. സോ ഞാൻ അവിടെ എൻഡ് ചെയ്യുന്ന സമയത്ത് by the end of 3 years I was leading the operations of Byju's, മാനേജിങ് അറൌണ്ട് ഒരു ടീം ഓഫ് 5,000 പീപ്പിൾ, ഒരു 108 TLs ഇതായിരുന്നു ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്ന് അത് ക്വിറ്റ് ചെയ്തു. മീൻ വൈൽ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റും കണ്ടന്റ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത്. ആൻഡ് ഒരു ലൈക് 3 year ലൈക് ഞാൻ 25 ഏജ് എത്തിയപ്പോൾ ഐ ഡിസൈഡ് ഓക്കെ ഐ വോണ്ട് ടു സ്റ്റോപ്പ് ഡൂയിങ് വർക്കിംഗ് ഇൻ കോർപ്പറേറ്റ്. സോ ഐ റിട്ടയർഡ് ഫ്രം കോർപ്പറേറ്റ് അറ്റ് 25 വയസ്സായപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. 3 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ എക്സാക്ട്ലി. ആൻഡ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പ്ലാനിൽ അത് ക്വിറ്റ് ചെയ്തു. പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻച്വലി എൻഡഡ് അപ്പ് ഇൻ ഹാരിസൺ കോ. ഹാരിസന്റെ കൂടെ വർക്ക് ചെയ്യാൻ ലൈക് വി സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഇവൻച്വലി ബിക്കേം എ പാർട്ട്ണർ.
ലൈക്ക് അക്കാഡമിയുടെ പാർട്ട്ണറായിട്ട് വന്നു. ആൻഡ് ബിക്കോസ് ഐ എം കമ്മിങ് ഫ്രം എൻ എഡ്ടെക് സ്പേസ്, എൻറ്റയർലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഐ ഡിസൈഡഡ് ടു ടേക്ക് അപ്പ് മൈ പൊസിഷൻ ആസ് സിഇഒ. അങ്ങനെയാണ് പ്രൊജക്ട് വരുന്നത്. ഇതിന്റെ ഇടയിൽ ഐ ഹാവ് സ്റ്റാർട്ടഡ് എ ഫ്യൂ സ്റ്റാർട്ടപ്സ്. ഇതിപ്പോ എന്റെ 9ാമത്തെ ബിസിനസ് ആണ്. ഇതിന് മുന്നേയുള്ള എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലൈക്ക് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഐ വർക്ക് ടു ബിൽഡ് എൻ NFT മാർക്കറ്റ് പ്ലേസ്. വി റേസ്ഡ് ഫണ്ട്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഞാൻ 6 മാസം വർക്ക് ചെയ്തിട്ടും തിങ്സ് ഡിൻറ്റ് എന്റെ തലയിലെ സാധനം കയറുണ്ടായിരുന്നില്ല. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് NFT, ബ്ലോക്ക് ചെയിൻ ആൻഡ് ഓൾ ദാറ്റ്. ഐ കുഡന്റ് ഡു ഇറ്റ്. അങ്ങനെ ഐ ഡിസൈഡ് ഓക്കെ ദ കമ്പനി നീഡ്സ് എ ബെറ്റർ പേഴ്സൺ ആസ് സിഇഒ. അങ്ങനെ ഞാൻ ഐ സ്റ്റെപ്പ് ഡൗൺ. എന്നിട്ട് ആ കമ്പനി ക്വിറ്റ് ചെയ്തു. ആൻഡ് ഇവൻച്വലി ദാറ്റ് കമ്പനി ഡിൻ വർക്ക് ഔട്ട്. ഞാൻ ക്വിറ്റ് ചെയ്ത് അതിനുശേഷം ഷട്ട് ഡൗൺ. അതിന് മുന്നേ I had tested marketing agencies, marketing academies and courses. മോസ്റ്റ്ലി സർവീസ് ആയിട്ടാണ് ചെയ്തിട്ടില്ല, പ്രൊഡക്ട്സ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈവൻ പൊളിറ്റിക്കൽ ഏജൻസീസ് വരെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഓൾ ഓഫ് ദാറ്റ് ഫെയിൽഡ്. സോ ഇതാണ് ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് ലൈക്ക് ഒരുപാട് ക്വിറ്റിങ് നിങ്ങൾ നടത്തി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ലൈഫിലാണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരിലാണെങ്കിലും, ഞാനിപ്പോ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആണ്, എന്നാലും ഇപ്പൊ ബയോ പഠിക്കുന്ന പലരും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പിടിച്ച് നീങ്ങണം, അങ്ങനെ പോകണം, എത്തിക്കണം. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്തെങ്കിലും ഇവിടെ ചേർന്ന് ഡ്രോപ്പ് ചെയ്താലും തേർഡ് ഇയർ ആയി ഇനിയിപ്പോ ഡ്രോപ്പ് ചെയ്താലും. അങ്ങനെ ഒരു സ്റ്റുഡന്റ് ഇതേപോലെ ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ വർഷം. ബട്ട് ബാക്കി പേര് അങ്ങനെ താല്പര്യമുള്ളവരും അല്ലാതെ ആയിട്ടും അതല്ലാതെ തന്നെ പുറമെ ലൈക്ക് ഞങ്ങൾ അറിയാലോ, മലപ്പുറം +2 കഴിഞ്ഞാൽ ഒരു മലപ്പുറം ഭാഗത്ത് ഒരു ഏരിയ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഭയങ്കര റിസ്ക്കിയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് പോകുമ്പോൾ. അപ്പൊ ലൈക്ക് പലരും താല്പര്യം ഇല്ലാതെ ഇന്ന കോഴ്സ് ആ കോഴ്സ്, അപ്പൊ അതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നു. അപ്പൊ ലൈക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈക്ക് ബയോളജിയിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തു, കമ്പ്യൂട്ടറിൽ നിന്ന് വീണ്ടും ബയോളജിയിലോട്ട്, പിന്നെ നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ടപ്സ് പലതിലും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ക്വിറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ക്വിറ്റ് ചെയ്തായിരിക്കും നമ്മൾ പരാജയം സമ്മതിക്കാൻ അപ്പുറത്തോട്ട് ലൈക്ക് അതെങ്ങനെ നിങ്ങൾ അത് ചെയ്യുന്നത്? ഒരു ടഫ് ഡിസിഷൻ മനസ്സിലാക്കിയെടുത്തോളം ഇതാണ്. ഒരു കാലത്ത് ഞാൻ ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത് തന്നെ ഒരൊറ്റ റീസൺ കൊണ്ടാണ്. അത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ക്വിറ്റ് ചെയ്യാണ്ട് ചെയ്യണം എന്നുള്ള ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പ്രോസസ്സാണ്. പിന്നെ ഞാനത് അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ബൈജൂസിലുള്ള ഞാൻ ഒരു ബൈജൂസിൽ ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ബട്ട് ആ 1.5 വർഷത്തിൽ ഞാൻ ബൈജൂസിൽ ഒരു 3000-4000 വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും ഇന്റേണലൊക്കെ ആയിട്ട്. സോ ഐ ഹാഡ് ഐ ലവ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. എനിക്ക് മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഐ വാസ് നെവർ റെഡി ടു ഡു ഇറ്റ്. അങ്ങനെ ഒരു പോയിന്റിൽ ഡിസൈഡ് ഓക്കെ ഐ എം ഗോണ ഡു ഇറ്റ് എന്നുള്ള സാധനം. ബട്ട് ദ റീസൺ വാസ് എനിക്ക് ഫോളോവേഴ്സ് ബിൽഡ് ചെയ്യണം എന്നൊന്നും ആയിരുന്നില്ല. ദി ഓൺലി തിങ് വാസ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ക്വിറ്റ് ചെയ്യാണ്ട്. ഈ ഒരൊറ്റ വിഷനിലാണ് ഞാൻ ഈ സാധനം ചെയ്യണം. ആൻഡ് ദാറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ വേണമെങ്കിൽ പറയാം. ബട്ട് ദി തിങ് ഇസ്, ഒരു കാലത്ത് ഞാൻ ക്വിറ്റിങ്ങിനെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എല്ലാവരും വന്നിട്ട് ഓ ഇന്ന് നിനക്ക് ഒന്ന്, നാളെ നിനക്കിത് സ്ഥിരത ഇല്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇവൻച്വലി ഐ റിയലൈസ്ഡ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ക്വിറ്റ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ക്വിറ്റ് ചെയ്യാനുള്ളൂ. ഒന്നും ചെയ്യാത്ത ആൾക്കാർ വെറുതെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് നടന്നോ, എന്തെങ്കിലും സ്ഥിരമായിട്ട് ചെയ്തുകൂടെ. ബട്ട് വെൻ ഐ ലുക്ക്ഡ് അറ്റ് ദെം, അവർ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സോ വൺ തിങ് ഐ അണ്ടർസ്റ്റുഡ്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണ്, ഞാനൊരു അഡ്വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈതർ അത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ള ആൾക്ക് ഞാൻ അതിന്റെ ഒരു അഡ്വൈസ് എടുക്കുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ഓണ്ടർപ്രണർ ആണ്. ഇപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. സ്റ്റിൽ ഐ എം മേക്കിംഗ് ഷുവർ ദാറ്റ് ഞാനൊരു അഡ്വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്വൈസിന് കേപ്പബിൾ ആയിട്ടുള്ള ആളടുത്ത് പോയിട്ട് ഞാൻ അഡ്വൈസ് എടുക്കുള്ളൂ. എല്ലാത്തരത്തിനും ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ വിടും. ലൈക്ക് ഞാൻ ചിരിച്ചു കൊടുക്കുമായിരിക്കും, ബട്ട് ഉണ്ടോ. ബട്ട് ഞാൻ പലപ്പോഴും പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ആൾക്കാർ ഉണ്ട് പറയും, നീ എന്താ ഇന്നൊന്നും നാളൊന്നും. ഞാൻ പറയും അറ്റ്ലീസ്റ്റ് എനിക്ക് ക്വിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്. ഷോ മീ വാട്ട് യു ഹാവ് ടു ക്വിറ്റ്. This is the only thing. So that changed my whole perspective around how I looked at quitting. So I don't think it's wrong to quit. You're getting to do something on it. കാരണം നമ്മൾ ക്വിറ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുന്നത് or I decided okay when to quit എന്നുള്ളതിന് ഞാൻ കണ്ടെത്തിയ ഒരു ആൻസർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഒരു പോയിന്റിൽ ഐ എം ഫീലിംഗ് ഓക്കെ എനിക്ക് അതിനോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ലൈക്ക് ഐ എം ഡൺ വിത്ത് ഇറ്റ്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം ഗോണ ഡു ജസ്റ്റിസ് ടു മൈ ടൈം, മൈ എനർജി, മൈ റിസോഴ്സസ് ദാറ്റ് ഐം യൂസ്ഡ്, എന്റെ തോട്ട് പ്രോസസ്, ഇതിനോടൊന്നും ഞാൻ ലൈക്ക് ഒരു ജസ്റ്റിസും ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ക്വിറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ പോയിന്റ് വേർ ഐ എം നോ ലോങ്ങർ ഏബിൾ ടു ഫൈൻഡ് എനി ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. എനിക്ക് ഒരു അടുത്തൊരു സ്റ്റെപ്പ് എടുത്തോക്കാൻ പറ്റൂല. ആ പോയിന്റിൽ ഐ ഷുഡ് ക്വിറ്റ്. അല്ലാത്ത പക്ഷം ഐ എം ഡൂയിങ് ഇൻജസ്റ്റിസ്. റൈറ്റ്, ഐ ഹവ് ഡൺ മൈ എവറിത്തിങ്, ദെൻ ഐ കൻ ക്വിറ്റ്. അതിന് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് എ റോങ് തിങ്. യു ഹാവ് ടു ഡു ഇറ്റ്. കാരണം അതല്ലാത്ത പക്ഷം ലൈക്ക് ഇഫ് യു ആർ ഇമോഷണലി അറ്റാച്ച്ഡ്, വെരി സെന്റിമെന്റൽ ഓൺ ദാറ്റ്, യു കാൺ ഡു ഇറ്റ്.
ലൈക്ക് കാരണം ദാറ്റ് ഇസ് വേസ്റ്റിംഗ് നോട്ട് ഓൺലി യുവേഴ്സ്. ഇപ്പൊ ചിലപ്പോൾ നമ്മളെ കൂടെ ഒരു 3-4 ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, അവരുടെയും എനർജിയും ടൈമും ഒക്കെ അവിടെ വേസ്റ്റഡ് ആണ്. And I think it's better, you find something. And life should be interesting, right? There should be something new every time you are doing. You have to find out. It should be curious. Life is beautiful, but how you make it beautiful is you have a purpose to look forward for tomorrow. നാളെ ഉറങ്ങി എണീക്കാൻ എന്തെങ്കിലും റീസൺ വേണം. ആൻഡ് ഇഫ് വാട്ട് യു ഡൂയിങ് ഇസ് നോട്ട് ഗിവിംഗ് ദാറ്റ് റീസൺ ഫോർ ടുമോറോ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് പ്ലേസ് ടു ബി. അത് ഇറ്റ്സ് ബെറ്റർ ടു ക്വിറ്റ് ആൻഡ് ഫൈൻഡ് എ ന്യൂ തിങ് ടു വർക്ക് ഓൺ. ഇതാണ് ഞാൻ ക്വിറ്റിങ്ങിന് എനിക്ക് ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. ചിലപ്പോൾ ഇത് എനിക്ക് റൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇത് വേറെ ആൾക്ക് റൈറ്റ് ആയിട്ടുണ്ടാവില്ല. മേ ബി ഐ എം പ്രിവിലേജ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. മേ ബി ചില ആൾക്കാർക്ക് ആ പ്രിവിലേജ് ഉണ്ടാവില്ല. ദേ മൈ ബി ഫോഴ്സ് ടു another step, get into another place. That is another whole another trajectory. But from where I am, what I understood, this is my conclusion on that. നിങ്ങളുടെ പോഡ്കാസ്റ്റ് എങ്ങനെ വേണമെന്നൊരു ലൈക്ക് ഞാൻ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ലൈക്ക് വ്യൂവേഴ്സും എനിക്ക് അത്രയും മാറ്റേഴ്സ് അല്ല ഉണ്ടാവണമെന്നല്ലതാണ്. ലൈക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു സെപ്റ്റംബർ 3-നായിരുന്നു, ഒരു ബർത്ത്ഡേ അന്ന്. ലൈക്ക് ഒരു പൊതുവേ ഉള്ള ആസ് യൂഷ്വൽ ബർത്ത്ഡേ അല്ലായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ലൈക്ക് നോ വിഷസ്, നോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം. ലൈക്ക് +2 കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. ഇപ്പൊ എല്ലാ ഫ്രണ്ട്സും ചിഹ്നിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി ലൈക്ക് എന്താ പറയാ, ഞാൻ ഒറ്റക്കാണോ എന്ന് തോന്നലാണ്. പക്ഷെ അതല്ല, ആ ഒരു സമയത്തിലേക്ക് അങ്ങനെ അപ്പുറം സ്റ്റാർട്ട് ചെയ്ത സാധനം ലൈക്ക് ഐ തിങ്ക് ലൈക്ക് വീക്ക്ലി എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് അത് ലൈക്ക് ഒന്നെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ മോശം കാര്യങ്ങളായിരിക്കും. അതിന് ബേസ്ഡ് ആയിട്ട് പോകണം. അത് ലൈക്ക് ഒരുപാട് ലാഭത്തിൽ ഇത് പറയാൻ പറ്റില്ലെങ്കിലും, ഒരു 1.5 മണിക്കൂർ പറയാൻ പറ്റില്ലെങ്കിലും ലൈക്ക് ഒരു 5-6 മിനിറ്റെങ്കിലും എനിക്ക് പറയാം. ലൈക്ക് എനിക്ക് ഒരാഴ്ച അങ്ങനെ കണക്ട് ചെയ്ത് ലൈക്ക് വിർച്വൽ ഡയറി പോലെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈക്ക് ഒരു പരിധി വരെയൊക്കെ അങ്ങനെ പോയി ഒരു വർഷം പോയി കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ടിഫൈ മാത്രമേ യൂട്യൂബിലായിരുന്നു, ഓഡിയോ ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് വലിയ ഗ്രോത്ത് ഒന്നും അല്ലെങ്കിൽ ഒരു 100+ ലിസണേഴ്സ് ഉണ്ട്. പിന്നെ കോളേജിലോട്ട് വന്നു, കോളേജ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അത് പറഞ്ഞ ലൈക്ക് ഓവറായിട്ട് എനിക്ക് ഇമോഷണലി കണക്ട് ആയി. ലൈക്ക് എൻ്റെ ലൈഫ് എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് അതായത് ഒരു പരിധി നമ്മൾ പുറത്തോട്ട് പറയേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ലൈക്ക് ഇവരെല്ലാവരും എൻ്റെ ആൾക്കാരാണ്, ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ പരിചയക്കാർ ആയിരിക്കാം, അല്ലാതെ ഇരിക്കാം. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഒരു ഓവറായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. ലൈക്ക് സ്റ്റാർട്ടിങ് നൗ ഓൺ ലൈക്ക് മോറലേക്ക് എനിക്കൊരു മാർക്കറ്റിംഗ്, ഒരു കണ്ടന്റ് ക്രിയേഷൻ അങ്ങനത്തെ കൂടുതൽ താല്പര്യം. അതായത് ഭയങ്കര വ്ളോഗിങ് അങ്ങനെ പോലെ ആണെങ്കിലും ലൈക്ക് ഒരു എന്താ പറയാ അങ്ങനെ കോൺസെപ്റ്റ് ആയിരുന്നു. ലൈക്ക് ലൂതർ ഞാൻ തന്നെയാണ് എൻ്റെ പേര്. പക്ഷെ ലൂതർ എന്നൊരു സാങ്കല്പിക കഥാപാത്രം. ആ പുള്ളിക്ക് പറഞ്ഞാല് ഒരു പേടിയില്ല, എല്ലാം അതിലൊക്കെ എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള ഒരാള്. ബാക്കി കാര്യങ്ങളൊന്നും ഫിയർ ചെയ്യണ്ട, ആരെയും പേടിക്കണ്ട, ഫാമിലി ഇഷ്യൂസ് ഭയങ്കര എന്താ പറയാ ഇന്നെ ചെയ്യുമ്പോൾ അവര് നാട്ടുകാർ ശ്രദ്ധിക്കുമോ, അത് ചെയ്യുമോ ഇത് ചെയ്യുമോ, അങ്ങനെ ഒരു മാറ്റേഴ്സ് ഇല്ലാതെ ലൈക്ക് ഡു വാട്ട് ഹി തിങ്ക് എന്നൊരു കോൺസെപ്റ്റാണ്. ആ ഒരു കോൺസെപ്റ്റ് തന്നെ റിയാലിറ്റി ആക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഒരു ബൈജോസിൽ നിങ്ങൾ നടന്നു പോകുന്നുണ്ട്. നിങ്ങളെങ്ങനെ നിങ്ങളൊരു പോഡ്കാസ്റ്റ്, കാരണം മലയാളത്തിൽ അത്രയും വലിയ ലിസണേഴ്സ് ബേസ് ഇല്ലാത്ത പൊതുവെ എമേർജിംഗ് ആയി വരുന്നുണ്ടെങ്കിലും ആ ഒരു സമയം ലൈക്ക് അങ്ങനെ ആരും തിങ്ക് ചെയ്യാത്ത സമയം നമ്മൾ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിലെ കണ്ടിട്ടാണ് ചെയ്യാതില്ല. പക്ഷേ ലൈക്ക് ഹൗ വാസ് യു എൻജോയ് ടു ലൈക്ക് എ പോഡ്കാസ്റ്റ്? ഞാൻ പോഡ്കാസ്റ്റർ ആവുന്നത് ഫോർ എ വെരി ഡിഫറെന്റ് റീസൺ ആണ്. കാരണം ഞാനും എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യൂവേഴ്സിന് അല്ലെങ്കിൽ ലിസണേഴ്സിന് വേണ്ടിയിട്ടായിട്ടല്ല. അതിൽ 2 റീസൺസ്. ഒന്ന്, എൻ്റെ മലയാളം ഭയങ്കര മോശമായിരുന്നു വെച്ചാൽ എനിക്ക് ഐ തോട്ട് ഇറ്റ് വാസ് വെരി ബാഡ്. ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു, ഹൗ യൂസ് ടു ടോക്ക് എന്നുള്ള. സോ എനിക്കത് ബെറ്റർ ആക്കണം. ഞാൻ ചെറുപ്പം തൊട്ടേ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്, ഇഫ് സംതിങ് ഫിയേഴ്സ് മീ, സ്കെയർസ് മീ, ഐ വിൽ ഡു ഇറ്റ് ആൻഡ് ട്രൈ ഡൂയിങ് ഇറ്റ് എന്നുള്ള സാധനം. അനദർ തിങ് ഈസ്, എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മൈൻഡിലുള്ള സാധനം, ഒരു പോഡ്കാസ്റ്റ് എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാനൊരു ഒരു ഒരു പോയിന്റിൽ ഐ ജസ്റ്റ് കെയിം ടു നോ ദാറ്റ് ഓക്കെ മലയാളത്തിൽ പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്. എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ +1 തൊട്ടിട്ട് ഞാൻ പോഡ്കാസ്റ്റിന്റെ ഒരു ആക്റ്റീവ് ലിസണറാണ്. ഞാൻ പാട്ടുകൾ കേൾക്കാറില്ല, ഒന്നും കേൾക്കാറില്ല, വളരെ കുറവാണ്. പോഡ്കാസ്റ്റ് ആണ് വിച്ച് റൺസ് മീ, ഫ്യൂവൽസ് മീ എവറി ടൈം. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് കുറേ ലൈക്ക് എൻ്റെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് അതിന്റെ ROI ഭയങ്കര വലുതാണ് എൻ്റെ ലൈഫിൽ. From the podcast, like I've got access to a lot of people, lot of insights, lot of information, lot of learning, lot of takeaways and all that. അതെനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പുസ്തകത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല, കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ല, ടീച്ചേഴ്സിന്റെ അടുത്ത് കിട്ടിയിട്ടില്ല, എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഐ ഓൺലി ഗോട്ട് ദാറ്റ് ഫ്രം പോഡ്കാസ്റ്റ് ആൻഡ് ബുക്സ്. അപ്പം ഞാൻ ഈ രണ്ടും എനിക്ക് ഭയങ്കര ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്ന 2 സാധനങ്ങളാണ്.
സോ ഐ വോണ്ടഡ് ടു മേക്ക് ഷുർ ഓക്കെ എനിക്ക് മലയാളം താണോ പിന്നെ പോഡ്കാസ്റ്റ് എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അനദർ തിങ് വാസ് എനിക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ് എന്നുള്ള സാധനം എനിക്ക് അതിന് കിട്ടുന്നുണ്ടായിരുന്നു. സോ ആസ് യു സെഡ് എനിക്ക് ലിസണേഴ്സ് ഇല്ലെന്നുള്ളൂ, ബട്ട് ഐ എം വെരി ഷുവർ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ടോക്ക് വിത്ത് സമ്മൺ യു ക്യാൻ ടോക്ക്. ഒരു 1 hour യു ക്യാൻ ടോക്ക്, യു ക്യാൻ സിറ്റ് ആൻഡ് ടോക്ക്. അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ദാറ്റ് ഐ ക്യാൻ ഡു. ഞാൻ സോഫാർ ഐ തിങ്ക് ഒരു 80 എപ്പിസോഡ് എന്തോ ചെയ്തിട്ടുണ്ട് ഇസ് വാട്ട് ഐ ഗെസ്. ഞാൻ കഴിഞ്ഞ ഒരു 6-8 മാസമായിട്ട് എപ്പിസോഡ്സ് ഒന്നും ഇറക്കിയിട്ടില്ല. ഇപ്പൊ അഗെയിൻ വീണ്ടും അതിന്റെ ഒരു സെക്കൻഡ് ഫേസിലേക്കായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ബട്ട് വൺ തിങ് ഐ അണ്ടർസ്റ്റുഡ് വാസ് എനിക്ക് പോഡ്കാസ്റ്റ് കൊണ്ടു തന്നിട്ടുള്ള അഗെയിൻ ഞാൻ പോഡ്കാസ്റ്റ് കേട്ടിട്ടുള്ള ROI എൻ്റയർലി ഡിഫറെന്റ് ആണ്. പോഡ്കാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള ROI അതിനേക്കാളും ഡിഫറെന്റ് ആണ്. ലൈക്ക് ഐ ഗോട്ട് ആക്സസ് ടു ജോഷ് ടോക്സ് ആയിക്കോട്ടെ, ടെഡെക്സ് ആയിക്കോട്ടെ. ഞാൻ പലപ്പോഴും ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഒരു റെസ്പോൺസ് പോലും തന്നിട്ടുണ്ടായിരുന്നിട്ട് ആൾക്കാർ എനിക്ക് ഇന്ന് ആക്സസ് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അവരെ ബ്രെയിൻ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് റിട്ടേൺ ഫോർ മീ. അതെനിക്ക് അതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പൊ ഞാനിവിടെ നിന്ന് ലുത്ഫിനോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലുത്ഫി മെസ്സേജ് സമയത്ത് തന്നെ റിപ്ലൈഡ് ബാക്ക്. എനിക്കറിയാം ഞാനൊരു പോയിന്റിൽ ഡെയിലി കൗണ്ട് ചെയ്തിട്ട് 50 കോൾഡ് ഇമെയിൽ അയച്ച ടൈമുണ്ട് മാസങ്ങളോളം ടു ഗെറ്റ് എ ഗസ്റ്റ് ഓൺ മൈ ചാനൽ ലൈക്ക് പോഡ്കാസ്റ്റിലേക്ക്. ഐ സ്റ്റിൽ റിമെമ്പർ 700-800 എന്തോ കോൾഡ് ഇമെയിൽസ് അയച്ചിട്ട് എനിക്ക് ആകെ കിട്ടിയിരുന്ന റിപ്ലൈസ് എന്ന് വെച്ചാൽ 4 എണ്ണമാണ്. അതില് 2 ആള് ഗസ്റ്റ് ആയിട്ട് വരാൻ ലൈക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരാളാണ് എനിക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഐ നോ ദ പെയിൻ ബിഹൈൻഡ് ഇറ്റ്, ലൈക്ക് വാട്ട് ഇറ്റ് ടേക്സ് ടു ബി എ പോഡ്കാസ്റ്റർ. ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ തിങ്ക് 2021 2021 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോബഡി നോ വാട്ട് എ പോഡ്കാസ്റ്റേഴ്സ് നാട്ടില് കേരളത്തിൽ. ഇന്നിപ്പോൾ ആൾക്കാർക്ക് എന്താ പോഡ്കാസ്റ്റ് എന്ന് അറിയാം. അപ്പൊ ഞാൻ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ടെൽ ദം എന്താണ് പോഡ്കാസ്റ്റ്, എന്താണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് the best thing that I have ever done for myself and the people around is, I believe, starting to speak what I feel. Another thing is എനിക്ക് പോഡ്കാസ്റ്റ് നമ്മൾ വേറെ സംഭവമാണ്. പലപ്പോഴും നമ്മൾ നേരത്തെ ഈ ലോൺലിനെസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, റൈറ്റ്? സോ ഐ ബിലീവ് നമ്മള് യു ഹാവ് ടു ബി ലോൺലി അറ്റ് വൺ ഫേസ്, അല്ലെങ്കിൽ യു വിൽ ബി ലോൺലി അറ്റ് ഫേസ്, റൈറ്റ്? കാരണം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്യാനുണ്ട്. ആൻഡ് യു കനോട്ട് എക്സ്പെക്ട് സംബഡി ടു ബി ദെയർ ഓൾ ദ ടൈം ഫോർ യു. അത് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെ മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. യു വിൽ ബി ലോൺലി. ആ സമയത്ത് പലപ്പോഴും നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ ഇപ്പൊ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. സോ ആ കൂട്ടുകാർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പല കാര്യങ്ങളും പറയാനുണ്ടാവും, പക്ഷെ പറയാൻ പറ്റൂല ബിക്കോസ് യു ഗോ. ഇപ്പൊ ഞാൻ പിന്നെ ലോൺലി ആവൂലേ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോലെ എന്നുള്ള തോട്ടൊക്കെ അവിടെ ഉണ്ടാവും. സോ വാട്ട് പോഡ്കാസ്റ്റ് ഹാഡ് ഗിവൻ മീ വാസ് ദാറ്റ് പ്ലാറ്റ്ഫോം ടു സ്പീക്ക് വാട്ട് ഐ ഫീൽ. ഇപ്പൊ എനിക്ക് എന്റെ പെർസ്പെക്ടീവ്സും തോട്ട്സും ചിലപ്പോൾ ഡയറക്ട്ലി പറയുന്നതിന് അവർ ഇൻഡയറക്ട്ലി അവിടെ പോർട്രേ ചെയ്യാനും അതുവഴി അവരിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും. ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സ് തന്നെ ആവണമെന്നില്ല, എന്റെ പിയേഴ്സ് ആവാം, ചിലപ്പോൾ എന്റെ അക്വീൻറ്റീസസ് ആവാം, ചിലപ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഇവൻ എന്റെ പാരന്റ്സിന്റെ അടുത്ത് പോലും പല കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടായിട്ട് എനിക്ക് എന്റെ പോഡ്കാസ്റ്റ് സാധിച്ചിട്ടുണ്ട്. അതുവഴി എനിക്ക് ഈവൻ പല കോൺവെർസേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ കാരണമായിട്ട്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് ദാറ്റ് വുഡന്റ് ഹാവ് ഹാപ്പൻഡ് വിതൗട്ട് ദിസ്. ഇന്നിപ്പോ എനിക്ക് ഒരു കാര്യം എല്ലായിടത്തും ഇപ്പൊ ഒരു എനിക്കൊരു സമയത്ത് എസ് അല്ലാതെ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് എനിക്ക് എസ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോ പറയാൻ ഭയങ്കര ഈസിയാണ്. ബിക്കോസ് യെസ് ഇസ് എ നോ ടു എ ലോട്ട് ഓഫ് അതർ തിങ്സ്. അത് എനിക്ക് മനസ്സിലാക്കി തന്നത് അഗെയിൻ ഓൾ ഓഫ് ദിസ് ജേർണിയാണ്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും ഇന്ന് ഞാൻ പോഡ്കാസ്റ്റ് എന്തുകൊണ്ട് പോകണം ചിന്തിക്കുന്നതൊക്കെ റീസൺസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഐ സ്റ്റാർട്ടഡ് സംവെയർ, ഇന്നിപ്പോ ഐ എം സംവെയർ. ഇവിടുന്ന് എനിക്ക് പോകാനുള്ളത് ഒരു സംവെയറിലേക്കാണ്. സോ ഇറ്റ്സ് ഓൾ എ ഡിഫറെന്റ് പാത്ത് ആൻഡ് ദ റീസൺ ഇസ് വെരി വെരി ഡിഫറെന്റ് ഫോർ മീ. എനിക്കാണെങ്കിൽ ഇങ്ങനെയാണ് പോഡ്കാസ്റ്റ് ചിലപ്പോൾ നമ്മള് ചിലവര് ചിലപ്പോൾ ഫണ്ണായിട്ട് കളിക്കും. ഞാൻ ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, ഇതൊരു വായത്തിന് ആരും ഇല്ലായിരുന്നു. അപ്പം ലൈക്ക് അതല്ലാത്ത സമയങ്ങളാണെങ്കിലും ചിലപ്പോൾ ചിലരൊക്കെ നോക്കിയാൻ വേണ്ടി പറയാറുണ്ട്, ഇവിടെ നിന്റെ പോഡ്കാസ്റ്റ് എവിടെ, അത് എന്താണത് എന്ന് കേൾക്കും. അത് കേൾക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ എളുപ്പമായിരുന്നു ഇത് പറയാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയാനില്ലാത്ത വലിയ കാര്യമില്ലായിരുന്നു. ചിലപ്പോൾ ഒരു രാത്രി ഉറങ്ങാൻ നിൽക്കുന്ന ആരെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് ഞാൻ അങ്ങനെ ലൈക്ക് വൺ ടൈം കണ്ടതോ അല്ലെങ്കിൽ വല്ലപ്പോഴും കയ്യിൽ ഇൻസ്റ്റ ഏതെങ്കിലും ഫോളോ ലൈക്ക് ഞാൻ ഈ പോഡ്കാസ്റ്റ് കണ്ടിരുന്നിട്ടോ അത്യാവശ്യം കൊള്ളായിരുന്നിട്ടോ ഇന്ന ഒരു ഭാഗം ബെറ്ററാക്കിയാൽ ഇതാകുമ്പോൾ ചേഞ്ച് യൂസ് അപ്പം ലൈക്ക് അതാണ് നമ്മുടെ റൂൾ ഇഷ്ടം. അപ്പം ലൈക്ക് നമ്മളൊരാൾ പറഞ്ഞത് അതുപോലെ നിങ്ങൾക്കും അതേപോലെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടോ? ലൈക്ക് ഏതെങ്കിലും ഒരു ഫോളോ അല്ലെങ്കിൽ ലിസണർ ലൈക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒന്നുകൂടെ ഒരു തീർച്ചയായിട്ടും നമ്മളെപ്പോഴും നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും അപ്രീസിയേഷൻ വേണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് വാല്യൂ ആണ് ആൾക്കാർ. എന്ത് കാര്യമാണെന്ന് അറ്റ്ലീസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ, അത്ര എഫേർട്ട് ഉണ്ടെന്നുള്ള സാധനം മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ആ ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നീഷൻ
വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. മനുഷ്യന്മാരാണ്. നമ്മൾ എത്ര ബാക്ക് ഇൻ ദ മൈൻഡ് നമ്മളതൊന്നും അറ്റൻഷൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും സബ് കോൺഷ്യസ്ലി വി ആർ ഓൾ ഹ്യൂമൻസ്. ആനിമൽസ് ആണ്, ഹ്യൂമൻസിനെക്കാളും ആനിമൽസ് ആണ്. ആനിമൽസ് നീഡ് ദാറ്റ്. ആൻഡ് നമ്മൾ എപ്പോഴും ഇത് നമ്മളെ പിയേഴ്സ് അല്ലെങ്കിൽ നമ്മളെ സർക്കിളിന് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ അല്ല എല്ലാവരും നമ്മളെ സർക്കിളിൽ ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളത് എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒരു ഒരു ബേർഡൻ ആയിരിക്കാം ചിലപ്പോൾ. പലപ്പോഴും നമ്മളത് കിട്ടാത്തപ്പോൾ നമ്മളും സാഡ് ആയിരിക്കും. ചിലപ്പോൾ പലപ്പോഴും അവർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്തേക്കായിട്ട് അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം കേട്ടോ. നമ്മൾ പറയും പാരന്റ്സ് നമ്മളെ ഡ്രീംസ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പാഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. ബട്ട് ദേ ആർ നോട്ട് ബൗണ്ട് ടു ഡു ദാറ്റ്. ലൈക്ക് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. കാരണം വെച്ചാൽ അവർ ജീവിതം വളർന്നു വന്ന സാഹചര്യവും കോണ്ടെക്സ്റ്റും ഒന്നും അല്ല. അവർക്ക് അറിയില്ല. അവരെപ്പോഴും നമുക്ക് വേണ്ടി അവരെ കോൺസെപ്റ്റിൽ, അവരെ കാഴ്ചപ്പാടിൽ, അവരെ ഐസിലൂടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ബട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ കാണുന്ന ലെൻസിലൂടെ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ ഉണ്ടാവുക. സോ യു നീഡ് സംവെയർ വെയർ യുവർ ഈ ഒരു തേഴ്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഈ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പേസ് വേണം. ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ് ഇന്റർനെറ്റ് ഇസ് ദാറ്റ് സ്പേസ്. ആൻഡ് അത് എന്തും ആവാം. കുഡ് ബി പോഡ്കാസ്റ്റ്, കുഡ് ബി എ ബ്ലോഗ്, കുഡ് ബി എ ലിങ്ക്ഡ് ഇൻ പോസ്റ്റ്, എന്തും ആവാം. ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്, റൈറ്റ്? ബട്ട് യു നീഡ് ദാറ്റ് ഫുൾഫിൽമെന്റ് ടു ബി ടേക്കൻ കെയർ ഓഫ്, റൈറ്റ്? അതിന് പോഡ്കാസ്റ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പോഡ്കാസ്റ്റ് എന്നല്ല, വാട്ട് എവർ യു ഡു ഓൺ ദി ഇന്റർനെറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. കാരണം ദ ടാം അല്ലെങ്കിൽ ടോട്ടൽ അഡ്രസ്ബിൾ മാർക്കറ്റ് എന്നൊക്കെ പറയും ബിസിനസ്സിൽ. ആ ഒരു ബ്രോഡർ ഓഡിയൻസിനടുത്താണ് നിങ്ങൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങളെ പോലെയുള്ള ഒരാൾ, നിങ്ങളെ കാഴ്ചപ്പാടുള്ള ആൾ ചിലപ്പോൾ നിങ്ങളെ സർക്കിൾ ഇല്ലാതിരിക്കാം. ചിലപ്പം ദർ ആർ പീപ്പിൾ ഓൾ അറൌണ്ട് ദ വേൾഡ്. 8 ബില്യൺ പീപ്പിൾ ഉണ്ട്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു ചിലപ്പോൾ 1-2 ആൾക്കാരെങ്കിലും അതിലുണ്ടോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ അതിലുണ്ടോ. 1-2 അല്ല, thousands ഓഫ് ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആൾക്കാരുണ്ടോ. ആൻഡ് ഇഫ് യു ക്യാൻ റീച്ച് എനി വൺ ഓഫ് ദം, ദേ റെസനേറ്റ് വിത്ത് ദാറ്റ്, ദേ അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ഇതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ലൈക്ക് ജീവിതം മാറ്റാനായിട്ട് പോകുന്ന വേറെ ആരെങ്കിലും ഒരാളുണ്ടോ. കുഡ് ചേഞ്ച് സമ്മൺസ് ലൈഫ്. എനിക്ക് അങ്ങനെ ഒരുപാട് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഐ വാണ്ടഡ് ദാറ്റ്, ഐ വാണ്ടഡ് ടു ലിസൺ ദിസ്. ഇപ്പം സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഐ തിങ്ക് 2 എപ്പിസോഡ്സ് വരാം. 2 എപ്പിസോഡാണ്. ഒന്ന് ഇറ്റ് വാസ് അറൌണ്ട് ഡിപ്രഷൻ, 2 ഇറ്റ് വാസ് അറൌണ്ട് ഇക്കിഗായ്, 3 ഇറ്റ് വാസ് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വൈ ആം ലോൺലി എന്ന് പറഞ്ഞൊരു എപ്പിസോഡും കൂടെ. ഓക്കെ, ഈ 3 എപ്പിസോഡ്സും ഞാൻ ഐ തിങ്ക് ലോങ് ബാക്ക് ചെയ്ത എപ്പിസോഡ്സ് ആണ്. ഇന്നും അതിന്റെ അറൗണ്ട് ആയിട്ട് ആൾക്കാർ എനിക്ക് ഇമെയിൽസ് അയക്കും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. ചിലപ്പം ഇന്നും ഇപ്പം ഐ തിങ്ക് ഇക്കിഗായിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു 2 years ബാക്ക് 2000 വ്യൂസ് എന്താ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് 1 month മാത്രം ഇറ്റ് ബോട്ട് അറൌണ്ട് 10,000 വ്യൂസ്. ഇന്ന് ആൾക്കാർ അതിന്റെ ബേസ് ഇപ്പൊ ലാസ്റ്റ് 1 month ടുക്കം എന്താ അറിയില്ല. ആൻഡ് ഒരുപാട് ഇമെയിൽസ് എനിക്ക് വന്നിട്ടുണ്ട്, മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അറൗണ്ട് ആയിട്ട്. ഇമെയിൽസ് അല്ല, മെസ്സേജും കോമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ക്യാൻ സി ഓക്കെ ദാറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹെൽപ്പ് സംവൺ. ആൻഡ് ദാറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് തിങ് ടു ലിസൺ ടു. കേൾക്കാൻ ഭയങ്കര വ്യത്യാസമുള്ള കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് യു ബീങ് കോസ് ഫോർ സംവൺസ് ബെറ്റർമെന്റ് ഇൻ ലൈഫ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഷെയർ ദാറ്റ്. ചിലപ്പോൾ നമ്മൾ മലയാളീസിന് സ്പെഷ്യൽ എന്നാണ് എനിക്കൊരു കാര്യമാണ്, ഞാൻ മാത്രം നന്നായാൽ മതി, റൈറ്റ്? നമ്മൾ മലയാളീസ് എപ്പോഴും ചിന്തിക്കുന്ന സംഭവമാണ് ഒരാൾ നന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ നോക്കും. നമുക്കൊരു കാര്യം അറിയണമെന്ന് നമ്മൾ ഉൾപ്പിച്ചിട്ട് ആരെങ്കിലും അത് അറിഞ്ഞാൽ ആരെങ്കിലും അത് എടുക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും. നോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. ഇഫ് ഐഡിയാസ് ആൻഡ് തിങ്സ് ഇഫ് ദേ ഹാഡ് ഇറ്റ്, അത് വെച്ചിട്ട് അവർക്ക് പൈസ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് കനോട്ട് ബി ഡൺ ലൈക്ക് ദാറ്റ്. യു ഹാവ് ടു എക്സിക്യൂട്ട് ദാറ്റ്, യു ഹാവ് ടു ഡു സംതിങ് ഓൺ ദാറ്റ്. 99% ഓഫ് പീപ്പിളും അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യില്ല, ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കൂല. സോ യു ക്യാൻ ലൈക്ക് ജസ്റ്റ് ഗോ അറൌണ്ട് ഇറ്റ്. ബട്ട് ഇതേപോലെ ചിലപ്പോൾ ഈ 99% ഓഫ് പീപ്പിളും ചിലപ്പോൾ നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഓഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റ് ചിലപ്പോൾ ഒരാളെ കൊണ്ട് ഒരു ആക്ഷൻ എടുപ്പിച്ചേക്കാം. അയാളുടെ ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആയേക്കാം. മൈ ലൈഫ് ചേഞ്ച്ഡ് ഇൻ 1 year, ജസ്റ്റ് 1 year. ആൻഡ് ആ ഒരു വർഷം കൊണ്ട് ഹൗ മൈ ലൈഫ് ചേഞ്ച്, ഐ ഡോണ്ട് നോ, മൈ നെക്സ്റ്റ് 10 years would define that. So that is all I would say on that.